ഓം അഗതീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ആര് ജീവിതത്തിൽ രക്ഷപ്പെടും? ഇത് പലപ്പോഴും ചോദിക്കണതാണ്. നമുക്കിന്ന് രക്ഷപ്പെടില്ലേ എന്ന് നോക്കാനുള്ള ഒരു കാര്യം നമുക്ക് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ്. വിശദമായിട്ട് തന്നെ പാഠങ്ങൾ മുന്നേറ്റിട്ടുണ്ട്. ആദ്യമായിട്ട് കാണണമെങ്കിൽ അതൊക്കെ പോയി നോക്കുക. പ്രമാണങ്ങളൊക്കെ ഉള്ള പാഠങ്ങളൊക്കെ ഉണ്ട്. തമിഴ് അസ്ട്രോളജിയിലുണ്ട്, കേരള അസ്ട്രോളജിയിലുണ്ട്. ലൈവുകൾ നിങ്ങൾക്ക് പഠിക്കാൻ പൂർണ്ണമായിട്ട് ഇട്ടിരിക്കുന്ന പാഠങ്ങളാണ്. പലരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ് 6, 8, 12 ദുസ്ഥാനം, ദുർസ്ഥാനം എന്നൊക്കെ പറയാറുണ്ടോ? അല്ലെങ്കിൽ മറയുവിടം എന്നൊക്കെ പറയില്ലേ? ഇതിലൊക്കെ ഏതെങ്കിലും ഭാവാധിപൻ പോയിട്ടിരുന്ന പ്രശ്നമാണെന്നാണ് പലരുടെയും ചിന്ത. കാര്യം പലപ്പോഴും കൺസൾട്ടേഷൻ ചോദിച്ചു വന്ന പലരും ഇങ്ങനെ പേടിച്ചിട്ടൊക്കെയാണ് വന്നത്. എന്നാൽ അവർക്കൊരു കുഴപ്പവും ഇല്ലതാനും. അതുകൊണ്ട് ഞാനിത് പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി കൂടിയാണ് ഇരുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഭാവാധിപൻ 6 പോയി, 8 പോയി, 12 പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നശിച്ചൊന്നും പോകത്തൊന്നുമില്ല. കാരണം 6 എന്ന് പറയുന്നത് കടം, നോയി, വഴക്ക്, അല്ലെങ്കിൽ കേസ്, കടം, ശത്രുബാധ, തസ്കരാതി, വിഘ്നാതി, വ്യാധിയസ്ഥ, തനുക്ഷതി, മരണം, വ്യാധിശസ്ത്രേണ, ചിന്തനീയ, ഷഷ്ട എന്ന് പറയുന്ന എല്ലാം വരും. അതല്ലാണ്ട് അതിനപ്പുറം പ്രമാണങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വരുമെന്ന് വെച്ചാൽ ഇത് മാത്രമല്ലല്ലോ. 6-ല് ജോലി കിട്ടുമോ? ഹാർഡ് വർക്ക് ആയിരിക്കോ? മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യോ? പോലീസ്, ആർമി, അക്കൗണ്ടിങ്, ഇതിലൊക്കെ ജോലി ചെയ്യുമെന്ന് നോക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണത്. 8-ലാണെങ്കിൽ ഇൻഷുറൻസ്, ഡ്രൈവിംഗ്, ഇതിലും വരും. ഡോക്ടേഴ്സ്, വട്ടിപ്പലിശക്കാരുണ്ടല്ലോ, ബാങ്കേഴ്സ്, ഇങ്ങനെ കുറെ ഇത് കണക്ട് ചെയ്ത് വരും. ഇതിലും 12-ലാണെങ്കിൽ വിദേശയോഗം, വിദേശവാസം, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ട്രാവലിംഗ് ഏജൻസി, ഇങ്ങനെ കുറെ 12-ാം ഭാവമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോ ഒരു ഭാവാധിപൻ ഇതിലൊക്കെ ഇരുന്നാ പോയിന്നില്ല, ഇതുവഴി വെളിവാകും. അപ്പൊ 6-ാം ഭാവത്തിൽ ഇരുന്ന കടം വെളിവാകുമെന്നും പറയാം. പക്ഷെ അത് അത്ര വളരെ ഡീപ്പായിട്ട് നോക്കിയാലേ നല്ല ജ്യോത്സ്യന്മാർക്ക് അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ തന്നെത്താനെ 6-ല് വന്നിട്ട് 6-ല് 4-ാം ഭാവാധിപനെ ഇരുന്നിക്കണ നശിച്ചു പോകൂലേ, സ്വത്ത് കടത്തിലാവൂ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെങ്ങനെ രക്ഷപ്പെടും നോക്കാനാ? അതാണ് പറഞ്ഞത്. 5-ാം ഭാവാധിപതി പൂർവ്വ പുണ്യമാണ്. എങ്ങനെ പ്രമാണം? പ്രജ്ഞ, മേധാ, പ്രതിഭ, വിവേകശക്തി, പുരാതനം പുണ്യം, മന്ത്ര, മാത്യസ്തനൂജ, പഞ്ചമത, സൗമ്യനസ്യ ബീചിന്യം. 5-ാം ഭാവം കൊണ്ട് പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം പുണ്യം. അവിടെ പുരാതനം പുണ്യം, മുൻജന്മ പുണ്യത്തെ പറയുന്നതാണ്. അപ്പൊ മുൻജന്മ പുണ്യാധിപൻ 12-ൽ പോയിന്ന് 8-ല് 6-ല് പോയെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുഴപ്പം വന്നൊന്നുമില്ല. പവർഫുൾ ആയിട്ടിരുന്നാൽ മതി. ഉച്ചരാശിയിലോ മൂലത്രികോണത്തിലോ സ്വക്ഷേത്രത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ദശാപഹാരങ്ങളിൽ രക്ഷപ്പെടും. അല്ലാണ്ട് ഒരു പാപഗ്രഹമാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. ഉദാഹരണം, ധനുലഗ്നം, 5-ാം ഭാവാധിപതി ചൊവ്വ, മേടത്തിന്റെ അധിപതി ചൊവ്വയാണല്ലോ. ഈ ചൊവ്വ വൃശ്ചികത്തിലിരിക്കുന്നു വരച്ച, ഒയ്യോ പുണ്യാധിപതി പാപസ്ഥാനത്ത് പോയല്ലോ, 12-ൽ പോയല്ലോ, വ്യയസ്ഥാനത്ത് പോയല്ലോ, എന്റെ പുണ്യമൊക്കെ പോയോ എന്ന് വെച്ചാൽ ഇല്ല. ഇതെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല്, ഇത് വിദേശത്ത് പോയിട്ട് 12-ാം വിദേശത്ത് പുണ്യം വെളിപ്പെടും. വല്ല എഞ്ചിനീയറിംഗ് ഫീൽഡിലോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ വല്ല ഡോക്ടർ ഫീൽഡിലോ അല്ലെങ്കിൽ ആളുകളുടെ അക്കൗണ്ട്സ് നോക്കുന്ന ഫീൽഡിലൊക്കെ പോയിട്ട്, കമ്പ്യൂട്ടർ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഫീൽഡിലൊക്കെ പോയിട്ട്, അല്ലെങ്കിൽ ആളുകളെ മാനേജ് ചെയ്യുന്ന ഫീൽഡിൽ പോയിട്ട് നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് കാണിക്കണം. 12-ൽ പോയെന്ന് വെച്ചാൽ കുഴപ്പം വന്നൊന്നില്ലാന്ന്. ഇനി
മെയിനായിട്ട് നിങ്ങൾ തന്നെ ഇതങ്ങോട്ട് നോക്കി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിരാശ, ഡെസ്പെയർ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഡീപ്പായിട്ട് ജാതകം നോക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡീപ്പായിട്ട് ജ്യോതിഷം പഠിക്കാനും താല്പര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കർമാസ്ട്രോളജിയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. ചെറിയ ഫീസിന് കർമാസ്ട്രോളജി ഫുള്ള് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യശ്വരായ നമഃ.